ചോദിച്ചു, ഉമ്മാ ഞാനൊന്ന് മദീന വരെ പോകട്ടെ, ഹബീബായ നബി ഒന്ന് കണ്ടുവരട്ടെയോ, അങ്ങ് സമ്മതം തരുമോ? മദീനയിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല മോനെ, നീ എങ്ങാനും അവിടെ ചെന്ന് നേരം വൈകിയാൽ ഉമ്മാക്ക് ആരുണ്ട്? ഉമ്മ നേരം വൈകുകയാണെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചു വരും, ഹബീബിനെ കണ്ടില്ലെങ്കിൽ ഞാൻ അധികം കാത്തു നിൽക്കില്ല ഉമ്മ, ഞാൻ തിരിച്ചു വരാം, പൊയ്ക്കോട്ടെ. എന്നാൽ പൊയ്ക്കോ മോനെ. അങ്ങനെയാണ് യമനിൽ നിന്നും മദീനയിലേക്ക് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വരുന്നത്. ഹബീബിന്റെ വീട്ടിൽ വന്നു, യമനിൽ നിന്ന് യാത്ര ചെയ്തു വന്നു, ഹബീബിനെ കാണുന്നില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിലേക്കോ മറ്റോ പോയ സന്ദർഭമാണത്. ഒരുപാട് ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ആക്രമണവുമായി വന്നപ്പോ പ്രതിരോധ യുദ്ധങ്ങളാണെന്ന് നടന്നത് എന്ന് സാന്ദർഭികമായി പറയട്ടെ. നബി തങ്ങൾ കൊല ചെയ്യാൻ വന്നവരല്ല, ഹബീബായ നബി തങ്ങൾ യുദ്ധം തുടങ്ങി വെച്ചവരല്ല. ഇസ്ലാമിനെ എതിർക്കാനും മുസ്ലിമീങ്ങളെ തുരത്താനും അവരുടെ ജന്മനാടായ മക്ക പോലും ഉപേക്ഷിച്ച് മദീനയിൽ വന്നിട്ട് പോലും അവിടെയും അവരെ നിർക്കില്ല, അവരെ പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ വന്നവരോട് പ്രതികരിക്കാനാണ് നബി തങ്ങൾ പോകുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടുകാരോട് ചോദിച്ചു, ഹബീബ് എന്ന് തിരിച്ചു വരും എന്ന് വരുമെന്നറിയില്ല, ഹബീബെന്ന് തിരിച്ചു വരും എന്ന് വരുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ചിലപ്പോ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, ചിലപ്പോ 2 മാസം പറയാൻ കഴിയില്ല. ഉവൈസ് എന്നവർ ആലോചിച്ചു, റബ്ബേ എന്റെ ഉമ്മ, റബ്ബേ നിന്റെ ഹബീബ് റസൂലുള്ളാഹ്, ഹബീബിനെ കാണാൻ ഇവിടെ തന്നെ കാത്തുകിടക്കണോ, അല്ല എന്റെ ഉമ്മ പറഞ്ഞു പെട്ടെന്ന് വരണം, ആ ഉമ്മയെ കാണാൻ തിരിച്ചു പോകണോ? ഉമ്മയെ കാണാം. അല്ലാഹുവല്ലേ പറഞ്ഞത്, അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം, അതുകൊണ്ട് തിരിച്ചു പോകാം. അങ്ങനെ മദീനയിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയി. ഹബീബിനെ കണ്ടില്ല, അതുകൊണ്ട് സ്വഹാബിയായില്ല. ഹബീബിന്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് സ്വഹാബിയായില്ല. ഹബീബിന്റെ സുഹ്ബത്ത് ഒരു സെക്കൻഡെങ്കിലും കിട്ടിയില്ല, അതുകൊണ്ട് സ്വഹാബിയല്ല. പക്ഷേ നബിയുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ദുആക്ക് ഉത്തരം കൊടുത്തില്ലേ? ഉവൈസ് എന്നവർ കൈയുയർത്തിയാൽ ദുആഇന് ഉത്തരമാണ്. എന്ത് ചോദിക്കുന്നു ഉടനെ തന്നെ അല്ലാഹു കൊടുക്കും. എന്തുകൊണ്ടെന്നറിയോ? ലിബിർരിഹി ബി ഉമ്മിഹി, സ്വന്തം ഉമ്മയോട് ചെയ്ത സേവനം കൊണ്ട്, ഉമ്മയോട് ചെയ്ത ബഹുമാനം, ഉമ്മയോട് കാണിച്ച ആദരവ്, ഉമ്മയോട് കാണിച്ച കടപ്പാട് കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ ന്യൂ ജനറേഷൻ മനസ്സിലാക്കണേ, സ്വന്തം ഉമ്മയെ വാപ്പയെ വിഷമിപ്പിക്കല്ലേ, മനോവിഷമമുണ്ടാക്കി മനസ്സ് തകർത്ത് കണ്ടവരുടെ കൂടെ ഓടിമറയല്ലേ. അവരുടെ ഖൽബിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള പോലെ അവരെ സ്നേഹിക്കുകയും അവരെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പോലും അല്ലാഹു ഉത്തരം തരും. ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഒരു ദിവസം തന്റെ ജീവിതം അവസാനിക്കുകയല്ല, ഒരു ദിവസം സന്ധ്യയാകുമ്പോഴേക്കും എന്തെല്ലാം വീട്ടിലുണ്ടോ എല്ലാം സ്വതക്ക ചെയ്യും. അന്ന് വീട്ടിൽ എന്തൊക്കെയുണ്ടോ എല്ലാം സ്വതക്ക ചെയ്യും ഉവൈസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് റബ്ബിനോടൊരു പ്രാർത്ഥന എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ പടച്ചവനെ, മൻ മാത ജൂഅൻ ഔ ളമഅൻ ഔ ഉരിയൻ ഫലാ തുആഖിദ്നി ബിഹി, അല്ലാഹുവേ എന്റെ കയ്യിലുള്ള ഭക്ഷണത്തിൽ മിച്ചം വന്നത് ഞാൻ ദാനം ചെയ്തു കഴിഞ്ഞു, എന്റെ വീട്ടിൽ ബാക്കിയുള്ള വസ്ത്രത്തിന്റെ തുണിക്കഷ്ണങ്ങളെല്ലാം ഞാൻ ദാനം ചെയ്തു കഴിഞ്ഞു. അല്ലാഹുവേ നിന്റെ അടിമകളിൽ ഏതെങ്കിലും ഒരാൾ വിശപ്പ് കാരണം മരിക്കുകയാണെങ്കിൽ, വസ്ത്രമില്ലാതെ വിഷമിക്കുകയാണെങ്കിൽ, അല്ലാഹുവേ നീ എന്നെ ശിക്ഷിക്കരുതേ, എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ കൊടുത്തു റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിൻ കുല്ലി ബദനിൻ ആർ, വസ്ത്രം കിട്ടാതെ കഷ്ടപ്പെടുന്നവരെ അല്ലാഹുവേ ഞാൻ ഓർത്ത് വിഷമിക്കുന്നു റബ്ബേ, എന്റെ വേവലാതി നിന്നെ അറിയിക്കുന്നു റബ്ബേ, ക്ഷമാപണം ചോദിക്കുന്നു റബ്ബേ. വകബിദിൻ ദംആ വബത്നിൻ ജായ, ദാഹിച്ചു വലഞ്ഞവർ, ഭക്ഷണം കിട്ടാതെ വിശന്നവർ, അല്ലാഹുവേ അവർ കാരണം നീ എന്നെ ശിക്ഷിക്കരുതേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നഹു, റബ്ബേ നിനക്കറിയുമല്ലോ, ലൈസ ഫീ ബൈതി മിൻ തുആമിൻ, എന്റെ വീട്ടിൽ ഒരു ഭക്ഷണം പോലും ബാക്കിയില്ലെന്ന് നിനക്കറിയാം, സിവാ മാ ഫീ ബത്നി, എന്റെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണമല്ലാതെ, വ അൻത അഅലം, അത് നിനക്കറിയുമല്ലോ.
ഉണ്ടായിരുന്നല്ലോ. ഐഹികമായ ആർഭാടങ്ങളോ ഐഹികമായ സുഖങ്ങളോ ഒന്നും എന്റെ കയ്യിലില്ല. ഞാൻ ധരിച്ച ഈ വസ്ത്രമല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല റബ്ബേ. എന്റെ വീട്ടിൽ എന്റെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണമല്ലാതെ എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ദാഹിച്ചിട്ടോ വിശന്നിട്ടോ വസ്ത്രമില്ലാതെയോ കഷ്ടപ്പെടുകയാണെങ്കിൽ ഉവൈസിനെ ശിക്ഷിക്കരുതേ റബ്ബേ. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് ഓരോ ദിവസവും സന്ധ്യയാകുമ്പോഴേക്കും ദാനം ചെയ്തിരുന്ന മഹാനായ സയ്യിദു താബിഈൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, ദുആഇന് ഉത്തരമുള്ള മഹാൻ. മുഅ്മിനീങ്ങളെ, ഇത്രത്തോളം നമ്മളെ കൊണ്ടായില്ലെന്ന് വരാം, എന്നാൽ തന്നെയും തനിക്ക് അല്ലാഹു നൽകുന്ന നിഅമത്തുകളിൽ സ്വന്തം കുടുംബത്തിന്റെ ചെലവിന് ബാക്കി വെച്ചിട്ടെങ്കിലും എന്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഇതുപോലെയുള്ള പരിപാടികൾക്ക് വേണ്ടി നമ്മുടെ മദ്രസകൾക്ക്, പള്ളികൾക്ക്, ദീനീ സംരംഭങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, രോഗികളായി കിടക്കുന്നവർക്ക്, ഡയാലിസിന് മരുന്ന് കഴിക്കാൻ കഴിയാതെ, ഡയാലിസിസ് ചെയ്യാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക്, രോഗികൾക്ക്, യതീമക്കൾക്ക് നമ്മളെ കൊണ്ട് കൊടുക്കാനാവുന്നുണ്ടോ? കൊടുക്കുന്നത് ഈ പറഞ്ഞ രീതിയിലാവുന്നുണ്ടോ? നമ്മുടെ നിഅമത്തിന് തത്തുല്യമായ സ്വതക്ക നമ്മൾ കൊടുക്കുന്നുണ്ടോ? ആലോചിച്ചു നോക്കിൻ. ഹബീബായ നബിയിൽ നിന്ന് പഠിച്ചെടുത്ത സ്വഹാബിമാർ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ഒന്നും കാണാതെ വന്നപ്പോഴാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട്, എന്തേ ഈ വീട്ടിലൊരു സാധനവുമില്ലല്ലോ? അന്ന് അബൂ ഉബൈദ തങ്ങളുടെ വീട്ടിലേക്ക് ഉമർ തങ്ങൾ കടന്നുപോയ കഥ നമ്മൾ ആദ്യം സൂചിപ്പിച്ചു നമ്മുടെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്ന് ഷാമിൽ ഒന്നുമില്ല. അതേപോലെ ഒരു അനുഭവം അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഗിഫാർ എന്ന ഗോത്രത്തിന്റെ നേതാവാണത്. ഒന്നും വീട്ടിലില്ല. എന്തേ അബൂദറേ, യാ അബൂദർ മാ അറാ ഫീ ബൈതിക മതാഅൻ വലാ അസാസ, എന്തേ ഒരു ഫർണിച്ചറോ ഒരു പാത്രമോ ഒന്നും നിങ്ങളുടെ വീട്ടിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, ഇന്ന ലനാ ബൈതൻ നുവജ്ജിഹു ഇലൈഹി സ്വാലിഹ മതാഇനാ, നമുക്കൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം നാം മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ഈ വീട്ടുകാരൻ ഞങ്ങളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുന്നുണ്ട്. പിന്നെ എന്തിനാ ഞാൻ അതെല്ലാം ഇവിടെ വെക്കുന്നത്? ഈ ലോകത്തോട് മരിച്ചു പോകാൻ പോകുന്ന, ലോകത്തോട് വിട പറയാൻ പോകുന്ന അനുഭവത്തെയാണ് അബൂദർ റളിയല്ലാഹു അൻഹു, ഈ വീട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു, ഈ വീടിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന് യാത്ര പോകാൻ പറയുന്നു, ഇറങ്ങിപ്പോകാൻ പറയുന്നു. അതുകൊണ്ട് എന്റെ വീടിന്റെ ഫർണിച്ചറെല്ലാം ആഖിറത്തിന്റെ വീടിലേക്ക് ഞാൻ മാറ്റിവെച്ചു എന്ന് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഈ കഷ്ടപ്പാടിലൂടെയാണ് നമ്മുടെ ദീൻ കടന്നു വന്നത് എന്നോർക്കുക. ആ കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമം, നമ്മുടെ ഖൽബിനുള്ളിൽ ഒരു തേങ്ങലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ചർച്ച നമുക്ക് ഫലപ്പെട്ടു. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, ആയിഷ ബീവിയുടെ ഒരു സംഭവം കൂടെ പറയട്ടെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അന്ന് നോമ്പ് നോച്ചിരിക്കുന്നു. നോമ്പ് നോച്ച് മഹാനവറുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. മഹാനവറുകൾ ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കി. നോമ്പ് മുറിക്കേണ്ട നേരം, മഗ്രിബായ നേരം. വെള്ളം കുടിച്ചു, കാരക്ക കഴിച്ചു, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ചോദിച്ചു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, എന്താണ് പറ്റിയത്? മഹാനവറുടെ മറുപടി ഇതാണ്, ഖുതില മുസ്അബുൻ, മുസ്അബ് റളിയല്ലാഹു അൻഹു ദാരുണമായി കൊല ചെയ്യപ്പെട്ട സ്വഹാബിയാണ്. വഹുവ ഖൈറും മിന്നി, എന്നെക്കാൾ ഖൈറായവർ. ഇതുപോലെ ഒരു ഭക്ഷണം മുസ്അബ് എന്നവർക്ക് കിട്ടിയിട്ടുണ്ടോ? മുസ്അബ് എന്നവർ വഫാത്തായപ്പോ കഫൻ ചെയ്യാൻ കൊണ്ടുവന്ന വസ്ത്രം, ശരീരം മുഴുവനും മറക്കേണ്ട വസ്ത്രം, പക്ഷേ കാല് മറച്ചാൽ തല പുറത്ത്, തല മറച്ചാൽ കാലിന്റെ ഭാഗം പുറത്ത്. മുസ്അബിന് കിട്ടാത്ത ഭക്ഷണം എനിക്ക് വേണോ? ഹബീബായ നബിയുടെ പിതൃ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ മുത്താപ്പ ഹംസ റളിയല്ലാഹു അൻഹു, ഖൈറും മിന്നി, എന്നെക്കാൾ ഖൈറായവരല്ലേ ഹംസ റളിയല്ലാഹു അൻഹു. ഉഹദിൽ ദാരുണമായി വഫാത്തായി പോയില്ലേ? എന്തെങ്കിലും ഹംസ എന്നവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്വഹാബിമാരെ ഓരോരുത്തരെ ഓർക്കുകയാണ്. അബൂദർ റളിയല്ലാഹു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന മുതലാളിയായിരുന്ന സ്വഹാബി, സമ്പത്ത് ഉണ്ടാക്കി വെക്കുന്ന തെറ്റാണെന്നല്ല പറയുന്നത്, ആ സമ്പത്ത് ഒന്നുപോലും ഹൃദയത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല. അല്ലാഹുമ്മ ജഅലിദ് ദുനിയാ ഫീ ഐദീനാ വലാ തജ്അൽഹാ ഫീ ഖുലൂബിനാ എന്ന് നമ്മുടെ മുൻഗാമികൾ ദുആ ചെയ്യാൻ പറഞ്ഞു. പടച്ചവനെ, പൈസ വേണം, പക്ഷേ കയ്യിൽ മതി, ഖൽബിലേക്ക് തരല്ലേ.
ഹൃദയത്തിലേക്ക് തരല്ലേ റബ്ബേ. സ്നേഹം നിന്നോടാണ്, നിന്റെ റസൂലിനോടാണ്, സമ്പത്തിനോട് തരല്ലേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇരുന്ന ഇരുത്തത്തിൽ മഹാനായ മുസ്അബ് എന്നവരെ ഓർക്കുന്നു, ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നു, ഉസൈദ് റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നു. ഏതൊരു സ്വഹാബിയുടെ മനോഹരമായ സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം കേട്ടുകൊണ്ടാണോ ആകാശ ലോകത്ത് നിന്ന് വിളക്കുകളുമായി മാലാഖമാർ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി വന്നത്, ആ സ്വഹാബി ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു. ഏതൊരു സ്വഹാബിയാണോ ഉഹദിന്റെ മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം കിട്ടിയത്, സ്വർഗം ഞാൻ വാസനിക്കുന്നു എന്ന് പറഞ്ഞ സഅദ് ഇബ്നു മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു തആല ഹബീബിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അവരൊന്നും അനുഭവിക്കാത്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിശപ്പുള്ള ആ ദിവസം നോമ്പ് മുറിക്കുന്ന നേരത്ത് ഭക്ഷണം കഴിക്കാതെ കണ്ണുകൾ നനഞ്ഞെഴുന്നേറ്റു പോന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ തന്റെ മുൻഗാമികൾ ഇതൊന്നും അനുഭവിച്ചില്ലല്ലോ എന്ന ഒരു തേങ്ങൽ, തന്റെ കൂട്ടുകാരോടുള്ള സ്നേഹം, ഹബീബിന്റെ കാലഘട്ടത്തോടുള്ള സ്നേഹം, ഹബീബിന്റെ കൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ ഓർത്തുകൊണ്ടിരിക്കുന്നത് നമുക്കും അത് കൂലിയാണ്. ഹബീബിനെ ഓർക്കുന്ന ഈ കാലത്ത്, ഹബീബിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന റബീഉൽ അവ്വൽ പോലെയുള്ള വളരെ മഹിതമായ സമയത്ത് ആ ജീവിതത്തിന്റെ ലാളിത്യം നമുക്കൊന്ന് ഓർത്തെടുക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്ന് ഭക്ഷണം കഴിക്കാൻ തന്റെ സഹോദരി പുത്രന്റെ വീട്ടിലേക്ക്, ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്ന് ഉർവ എന്നവർ ആയിഷ ബീവിക്ക് ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കുന്നു. ഒരു പാത്രം മാറ്റിയിട്ട് അടുത്ത പാത്രം. ആയിഷ ബീവി ചുമരിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, ചുമരിലേക്ക് നോക്കി ഇരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല. 60 വയസ്സായപ്പോഴാണ് ആയിഷ ബീവി ലോകത്തോട് വിട പറയുന്നത് റളിയല്ലാഹു അൻഹ. ഭക്ഷണങ്ങൾ ഇട്ടുകൊടുത്തിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പോലും ഭക്ഷണത്തളികയിലേക്ക് നോക്കാതെ ചുമരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉർവ റളിയല്ലാഹു അൻഹു ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മാ ഖദറത്തി അലൈനാ യാ ഉമ്മാ, ഉമ്മാ നിങ്ങൾക്ക് ഞങ്ങളോട് വെറുപ്പുള്ളത് കൊണ്ടാണോ ഭക്ഷണം കഴിക്കാത്തത്? നിങ്ങൾക്ക് ഞങ്ങളോട് വിഷമമുണ്ടോ ഉമ്മ? നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കാത്തത്? ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം എന്തേ നിങ്ങൾ കഴിക്കാത്തത്? കണ്ണുകൾ നനഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉമ്മയുടെ, ആയിഷ ബീവിയുടെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ട്. ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലദീ ബഅസഹു ബിൽ ഹഖ്, ഹബീബായ നബിയെ സൃഷ്ടിച്ചവനായ ഹബീബായ നബിയെ ലോകത്തേക്ക് പറഞ്ഞയച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരരിപ്പ പോലും കണ്ടിട്ടില്ലല്ലോ. മാ റഅൽ മനാഖില മിൻ ഹീന ബഅസഹു അല്ലാഹു ഹത്താ ഖുബില, നബി വഫാത്താകുന്നവരെ ഒരു അരിപ്പ പോലും നബി കണ്ടിട്ടില്ലല്ലോ. അരിച്ചെടുത്ത ഭക്ഷണം നബി തങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ. വമാ ശബിഅ മിൻ ഖുബ്സി ശൈരിൻ യൗമൈനി മുതതാബിഐൻ ഹത്താ ഖുബില, 2 ദിവസം തുടർച്ചയായി ബാർലി കൊണ്ടുണ്ടാക്കുന്ന റൊട്ടി പോലും എന്റെ ഹബീബ് കഴിച്ചിട്ടില്ലായിരുന്നുവല്ലോ. വലഖദ് കാന യർബിതുൽ ഹജറ അലാ ബത്നി, ഹബീബിന്റെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടുമായിരുന്നുവല്ലോ. വിശപ്പ് സഹിച്ചുകൊണ്ട് ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ ഹബീബിന്റെ തൊലിയിൽ, മിനുമിനുത്ത തൊലിയിൽ മണ്ണ് വന്നില്ലേ? കല്ലുകൊണ്ട് വെച്ച് കെട്ടിയില്ലേ? ആ മിനുമിനുത്ത മേനയിൽ ഹബീബിന്റെ ശരീരത്തിൽ കല്ലിന്റെ അടയാളങ്ങൾ പതിഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരുടെ കണ്ണുകളും നനഞ്ഞുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിന്റെ കൂടെ ജീവിച്ച കഥ പറയുകയാണ്. കൂടെ നിന്ന മുഴുവൻ ആളുകളും കരഞ്ഞു. ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അന്നാരും ആ ഭക്ഷണം പിന്നെ തൊട്ടില്ല എന്ന് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, നമ്മുടെ ഉമ്മ ഓർത്തുപോയതാണ്. നമ്മുടെ ഹബീബ് ഇത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ഹബീബായ നബി ഇത്രത്തോളം പ്രയാസപ്പെട്ടല്ലോ. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവ തഹ്തൽ ഹിജാറതി കശ്ഹം മുതറഫൽ അദമി. ഇമാമുന ബൂസീരി റഹ്മഹുല്ലാഹ് പരിശുദ്ധമായ ബുർദയിൽ ആ സംഭവം പറയുന്നുണ്ടല്ലോ. വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവ തഹ്തൽ ഹിജാറതി കശ്ഹം മുതറഫൽ അദമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മനോഹരമായ മിനുമിനുത്ത ശരീരമുള്ള നബിയെ,
വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പരിശുദ്ധമായ ഖന്തഖ് യുദ്ധം നടക്കുമ്പോൾ അങ്ങ് 2 കല്ല് വെച്ച് കെട്ടിയിരുന്നുവല്ലോ വയറ്റത്ത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഭക്ഷണം വേണമെന്ന് അങ്ങ് പറഞ്ഞാൽ അങ്ങേക്ക് വേണ്ടി കൊണ്ടുതരാൻ ആളുകൾ ഉണ്ടായിരിക്കെ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ത്യാഗത്തിന്റെ, സഹനത്തിന്റെ ഏറ്റവും വലിയ പാഠം ഈ ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടി ഹബീബായ നബിയെ അങ്ങ് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയല്ലോ എന്ന് മഹാനായ ഇമാമുന ബൂസീരി റഹ്മഹുല്ലാ ബുർദയിൽ പറഞ്ഞ അനുഭവം ആയിഷ റളിയല്ലാഹു അൻഹ തീന്മേശയിൽ നിന്ന് ഭക്ഷണത്തിന്റെ മുമ്പിൽ വെച്ച് വിവരിച്ചപ്പോഴാണ് കൂടി നിന്ന മുഴുവൻ ആളുകളുടെയും അസ്മാ ബീവി എന്ന ജ്യേഷ്ഠത്തി അവിടെയുണ്ട്, ഉർവ റളിയല്ലാഹു അൻഹു ഉണ്ട്, മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉണ്ട്, എല്ലാവരുടെയും കണ്ണ് നനഞ്ഞുപോയി, അവരെന്നെ ഭക്ഷണം കഴിച്ചില്ല എന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് മുഅ്മിനേ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിഅമത്തുകൾ ഉണ്ടായ ഒരു കാലമുണ്ടായിട്ടുണ്ടോ? ഇതുപോലെ അനുഗ്രഹങ്ങൾ ഉണ്ടായ കാലമുണ്ടായിട്ടുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഞാൻ പേടിക്കുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് അനുഗ്രഹങ്ങൾ അല്ലാഹു തുറന്നു തരുമോ എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون. കഷ്ടപ്പാടും പ്രയാസങ്ങളും നാം നൽകുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങളെ വിഷമിപ്പിക്കാനുമല്ല. പിന്നെ എന്തിനാണ്? ലഅല്ലഹും യതദറഊൻ, വളരെ വിനയാന്വിതരായി അല്ലാഹുവിനെ സ്മരിക്കാനാണ്, സ്രഷ്ടാവിനെ ഓർക്കാനാണ്, സ്രഷ്ടാവിന്റെ മുമ്പിൽ നന്ദി ചെയ്യാനാണ്. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷേ നമ്മൾ നന്ദി ചെയ്യാൻ മറന്നുപോകും. فلولا إذ جاءهم بأسنا تضرعوا, കഷ്ടപ്പാടുകൾ വന്നപ്പോൾ എന്തേ അവർ എന്നിലേക്ക് വിനയത്തോടെ തിരിച്ചു വരാതിരുന്നത്? വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന സർവമാന തിന്മകളും ശരി തന്നെയാണെന്ന് പിശാച് അവരോട് പറയുകയും ചെയ്തു. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, ഞാൻ ഏതൊരു വിഷയം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ അവർക്ക് വേണ്ടി ഞാൻ പ്രയാസങ്ങൾ കൊടുത്തത്, പരീക്ഷണങ്ങൾ കൊടുത്തത്, അതവർ ഓർക്കാതെ വന്നപ്പോൾ അല്ലാഹു എന്തു ചെയ്തു? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാറ്റിന്റെയും വാതിലുകൾ ഞാൻ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അല്ലാഹു പറയുന്നു, പൈസയാണെങ്കിൽ പൈസ, എവിടെയെല്ലാം തിന്മ വേണമോ അതിന്റെ സാഹചര്യം, യാത്ര ചെയ്യാനുള്ള സൗകര്യം, അവർക്ക് എവിടെ പോകാനുമുള്ള സ്വാതന്ത്ര്യം, എന്തും പ്രവർത്തിക്കാനുള്ള അവസരം, സർവമാന തിന്മകളുടെയും വാതിലുകൾ ഞാൻ അവർക്ക് തുറന്നു കൊടുത്തു. ഞാൻ നൽകിയ ആ പരീക്ഷണം അത് അപകടമാണ് എന്ന് മനസ്സിലാക്കാതെ മദ്യപാനവും വ്യഭിചാരവും കൊണ്ട് ഇതാരും അറിയില്ലെന്ന് വിചാരിച്ച് തിന്മയിൽ അവര് മതിമറന്ന് ജീവിക്കുന്ന സമയം അഖദ്നാഹും ബഗ്തതൻ, വളരെ പെട്ടെന്നാണ് ഞാൻ അവരെ മരിപ്പിച്ചു കൊണ്ടുപോകുന്നത്. വളരെ പെട്ടെന്നാണ് ഒരു അറ്റാക്കിലൂടെ, ഒരു പെട്ടെന്നുള്ള മരണം, ഒരു കാർ ആക്സിഡന്റ്, വളരെ പെട്ടെന്നാണ് ഞാൻ അവരെ കൊണ്ടുപോകുന്നത്. ഫഇദാഹും മുബ്ലിസൂൻ, ചില സമുദായങ്ങളെ വളരെ പെട്ടെന്നാണ് അല്ലാഹു ഒന്നിച്ചു നശിപ്പിക്കുന്നത്. ഭൂകമ്പങ്ങളിലൂടെ, ഭൂചലനങ്ങളിലൂടെ, അട്ടഹാസങ്ങളിലൂടെ, പ്രപഞ്ചത്തിലെ മറ്റത്ഭുതങ്ങളിലൂടെ വളരെ പെട്ടെന്ന് ഞാൻ അവരെ പിടികൂടുന്നു. എന്തുകൊണ്ട്? അനുഗ്രഹങ്ങളുടെ വാതിലുകൾ എന്നല്ല അല്ലാഹു പറഞ്ഞത്, എല്ലാറ്റിന്റെയും വാതിലുകൾ നമുക്കെന്നതല്ലേ അല്ലാഹു തുറന്നു വെച്ചത്. ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഉണ്ടായ ഒരു കാലം, ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടായ ഒരു കാലം, നമ്മുടെ നിസ്സാരമായ മൊബൈൽ ഫോണുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കുകൾ, ഇതുപോലെയുള്ള ഒരു കാലം നമ്മുടെ മുമ്പുണ്ടായിട്ടുണ്ടോ? മുമ്പ് സമുദായങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇത് ഖൈറാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഖൈറിന് വേണ്ടി ഉപയോഗിച്ചാൽ നന്ന്, അല്ലെങ്കിൽ ഇത് പരീക്ഷണമാണ്. ഇതിലൂടെ അല്ലാഹു ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സമ്പത്ത് കൊണ്ട് നിങ്ങൾ മതിമറന്ന് ജീവിക്കല്ലേ. അതൊരു നന്മയായിരുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിന് കിട്ടുമായിരുന്നു. സമ്പത്ത് നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ഏറ്റവും കിട്ടേണ്ടത് ആർക്കാണ്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട്
വളരെ വളരെ സൂക്ഷ്മതയോടുകൂടെ ആർഭാടങ്ങളിൽ, ധൂർത്തുകളിൽ, നമ്മുടെ സമ്പത്ത് അനാവശ്യ വിഷയങ്ങളിലേക്ക്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിലേക്ക് ഒരു ഫിൽസ് പോലും കൊടുക്കുന്നത് നാളെ ഹിസാബിനെ വർദ്ധിപ്പിക്കുമെന്ന് തിരിച്ചറിയുക. നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വഴിക്ക് കൊടുക്കിൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലാവട്ടെ. ഏറ്റവും നല്ല മാതൃക കാട്ടിയ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരിൽ മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെയും അവിടുത്തെ ഭാര്യ സിദ്ദീഖ് എന്നവരുടെ ഒരു മോളുണ്ട്, ഉമ്മു കുൽസൂം എന്ന് പറയുന്ന മോള്. സിദ്ദീഖ് എന്നവർക്കുമുണ്ട്, അലി തങ്ങൾക്കുണ്ട് ഉമ്മു കുൽസൂം എന്ന മകൾ. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മു കുൽസൂം എന്ന പൊന്നുമോളെ കല്യാണം കഴിച്ച ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവം കൂടെ അവസാനമായി ചർച്ചയ്ക്കിരിക്കട്ടെ. മഹാനവരുടെ മുമ്പിലേക്ക് ഷാമിൽ നിന്ന് 7 ലക്ഷം ദിർഹം കടന്നു വരുന്നു. 7 ലക്ഷം ദിർഹം മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഹദറമൗത്തിൽ നിന്ന് കിട്ടിയ സമ്പത്ത്. മഹാനവറുകൾക്ക് അന്ന് ഉറക്കം വന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? സന്തോഷം കൊണ്ടല്ല. ഈ സമ്പത്ത് റബ്ബേ ഈ രാത്രിയാണ് വന്നത്. നേരം വെളുക്കുന്നതിന്റെ മുമ്പ് പാവപ്പെട്ടവർക്ക് കൊടുത്തു തീർക്കാൻ കഴിയില്ലല്ലോ. ഉറക്കം വരാതെ കിടക്കപ്പായിൽ തിരിഞ്ഞും മറിഞ്ഞും കടന്ന് ഉറക്കം വരാതെ വിഷമിച്ചപ്പോ അവരുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു കുൽസൂം ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, ഹബീബായ നബിയുടെ കൂട്ടുകാരൻ സിദ്ദീഖ് എന്നവരുടെ മകൾ ഉമ്മു കുൽസൂം എന്നവർ ചോദിച്ചു ത്വൽഹ എന്നവരോട്, യാ എന്റെ മോൻ മുഹമ്മദിന്റെ ഉപ്പ, എന്റെ ഭർത്താവേ, എനിക്ക് ജനിച്ച മോൻ മുഹമ്മദിന്റെ ഉപ്പ എന്നാണ് ആ വാക്കർത്ഥം. ത്വൽഹ തങ്ങളെ വിളിക്കുകയാണ്. ത്വൽഹ എന്നവരെ, എന്താ ഉറങ്ങാത്തത്? എന്താ ഉറക്കം വരാത്തത്? ത്വൽഹ തങ്ങളുടെ മറുപടി, ഇത്രയും സംഖ്യ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കെ, ഇത്രയും സമ്പത്ത് വീട്ടിൽ വെച്ച് ഞാൻ കിടന്നുറങ്ങി, ഞാൻ മരിക്കുകയാണെങ്കിൽ അള്ളാഹു എന്നെ പറ്റി എന്തായിരിക്കും വിചാരിക്കുക? ഇതോർത്തുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരാത്തത്. സുബ്ഹാനല്ലാഹ്. പൈസകൾ ഉണ്ടാകുമ്പോ അത് ഇരട്ടിയാവാനുള്ള വഴി എന്താണ്? കുറച്ച് കാശ് കിട്ടുമ്പോ ഡബിൾ ഇരട്ടി എങ്ങനെ ഉണ്ടാകും? അത് എങ്ങനെ ഇരട്ടിക്കിരട്ടിയായി വർദ്ധിപ്പിക്കാൻ കഴിയും? ഇതെവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഏത് ബിസിനസ്സാണ് നാളെ തുടങ്ങേണ്ടത് എന്ന് ചിന്തിച്ച് ഉറക്കം വരാത്ത അനുഭവമല്ല ഇത്. കയ്യിലുള്ള സമ്പത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തു തീർക്കാതെ ഞാനെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ എന്താണ് റബ്ബിനെ പറ്റി ഞാൻ വിചാരിക്കേണ്ടത്? ഞാനെങ്ങനെ മരിച്ചു പോയാൽ അള്ളാഹു എന്നെ പറ്റി എന്ത് കരുതും? അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ നല്ല മഹദി കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എന്താണ് ആ മറുപടി? വളരെ മനോഹരമായ മറുപടി. നിങ്ങൾ എന്തിന് വിഷമിക്കണം? നിങ്ങളുടെ വീട്ടുകാരും സുഹൃത്തുക്കളും ഒരുപാട് പാവപ്പെട്ടവരില്ലേ? ആ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ? നിങ്ങളുടെ കൂട്ടുകാരിൽ പാവപ്പെട്ട ഒരുപാട് ആളുകളില്ലേ? അവർക്ക് കൊടുത്തേക്ക്. നേരം പുലർന്നാൽ പിന്നെ ഓരോരുത്തരെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളത് കൊടുത്തങ്ങ് തീർത്തേക്കണം നാളെ. അതുപോലെ നമുക്ക് ഫനം ഖരീറൽ ഐൻ, എന്നാൽ സുഖമായി ഉറങ്ങിക്കോളൂ. അങ്ങനെയാ ഉറങ്ങിയത്. ആ മഹദി പറഞ്ഞൊരു വാക്ക് നമ്മുടെ ഹദീസ് പണ്ഡിതന്മാരെടുത്ത് ചർച്ച ചെയ്യാൻ നമ്മുടെ ഒരു പെണ്ണങ്ങനെ പറയോ? 7 ലക്ഷം, അത് എന്റെ വീട്ടുകാർക്ക്, എനിക്ക് ആ മാല, എനിക്ക് ഈ ആഭരണം, എനിക്ക് അത് ഇത് എന്നൊരു പെണ്ണിന് എന്തൊക്കെ പറയാനുണ്ട്, അതൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ അയൽപക്കത്തിലും കൂട്ടുകാരിലുമുള്ള പാവപ്പെട്ടവരില്ലേ? അവർക്കും കൊടുത്തുകൂടെ? നേരം പുലരാൻ കാത്തിരിക്കുകയാണ്. ആ ഒരു മറുപടി പറഞ്ഞ മോള് ആരാണെന്നറിയുമോ? മറ്റാരുമല്ല, വീട്ടിലെ എല്ലാം ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോ, സിദ്ദീഖേ, നിങ്ങളുടെ വീട്ടുകാർക്ക് എന്താണ് നിങ്ങൾ ബാക്കി വെച്ചത്? ഒന്നുമില്ല നബിയേ, ഞാൻ അള്ളാഹുനെയും അവന്റെ റസൂലിനെയും അവർക്ക് വെച്ചിട്ടുണ്ട് നബിയേ, എല്ലാം ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ വാപ്പയുടെ മോളാണത്. ആ വാപ്പയുടെ മോളാണത്. 7,6,99,000 ദീനാർ.
6,99,000 ദീനാർ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ചെലവാക്കി കഴിഞ്ഞിരിക്കുന്നു. ദിർഹമാണ് കേട്ടോ, ദിർഹം ദീനാറല്ല. 6,99,000 ദിർഹം മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു ചെലവഴിച്ചു. ആർക്ക്? പാവപ്പെട്ടവർക്ക് വാരിക്കോരി നാട്ടുകാർക്ക് മുഴുവനും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. അപ്പൊ ഭാര്യ ചോദിച്ചു, നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി വേണോ? നിനക്കിതാ ഞാൻ ഒരു ഓഹരി ചെറിയ കിഴി വെച്ചിട്ടുണ്ട് അവിടെ, അത് നിനക്കുള്ളതാണ്. നോക്കുമ്പോൾ അതിൽ 1000 ദിർഹമാണുള്ളത്. വെറും 1000, 7,00,000 ദിർഹമാണ് സ്വന്തം ഭാര്യക്കും മക്കൾക്കും തനിക്കും വേണ്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹു ബാക്കി വെച്ചത്. എല്ലാം അല്ലാഹുവിന് വേണ്ടി കൊടുത്തു. എന്തിന്? സമ്പത്തിന് വേണ്ടിയുള്ള ജീവിതമല്ല, സമ്പത്ത് ചെലവഴിച്ച് പാവപ്പെട്ടവരുടെ മുഖത്ത് ചിരി വിടർത്തുന്നത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പണി സുറൂറുൻ തുദ്ഖിലുഹു അലാ ഖൽബിൽ മുസ്ലിം. ഒരു വിശ്വാസിയുടെ മനസ്സിന് നിങ്ങൾ കൊടുക്കുന്ന സന്തോഷത്തോളം അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ ഒരു ജോലിയില്ലത്രേ. അത് ആണോ പെണ്ണോ ആകട്ടെ, പാവപ്പെട്ട ആരോ ആകട്ടെ, അവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ നിങ്ങൾ ചെയ്യുന്ന ഏത് സഹായം അതിനോളം അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ ജോലിയില്ലത്രേ. ഇത് പഠിപ്പിച്ചവരാണ് റസൂലുള്ളാഹ്, അത് പഠിപ്പിച്ചവരാണ് സ്വഹാബിമാർ, അത് പഠിപ്പിച്ചവരാണ് താബിഈങ്ങൾ. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോള് അവരാണ്, മഹാമഹദിയായ ഭാര്യയാണ്. ഇത് കൊടുത്തുകൂടെ? നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ നാട്ടുകാരിലെ, നിങ്ങളുടെ സുഹൃത്തുക്കളിലെ പാവപ്പെട്ടവരായിക്കോട്ടെ, നമുക്ക് വേണ്ട. ബാക്കി വെച്ചത് കേവലം 1000 ദിർഹം മാത്രം. ബാക്കി 6,99,000 ദിർഹം പാവപ്പെട്ടവർക്ക് വേണ്ടി നേരം പുലർന്നപ്പോഴേക്കും കൊടുത്തു കഴിഞ്ഞു. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തനിക്ക് ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിരുന്ന മഹത്തുക്കൾ, തനിക്ക് ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നൽകിയ റസൂലുള്ളാഹ്. കാന അജ്വദൻ നാസ്. ഹബീബ് ദാനം ചെയ്ത പോലെ ആരും ദാനം ചെയ്തിട്ടല്ലത്രേ. ഹബീബ് ദാനം ചെയ്ത പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന അജ്വദ മാ യകൂൻ ഹീന യുദാരിസുഹു ജിബ്രീൽ. റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഹബീബിന് ഖുർആൻ ഓതി കൊടുക്കുന്ന നേരത്ത് റമളാനിൽ നബിതങ്ങൾ, ഹബീബായ നബിതങ്ങൾ കാറ്റടിച്ചു വീശുന്ന പോലെ എല്ലാം കാണുന്നവർക്ക് മുഴുവനും ദാനം ദാനം ദാനം, സ്വതക്കയാണ് സ്വതക്കയാണ്. എല്ലാവർക്കും ഹദിയ, എല്ലാവർക്കും സമ്മാനം, എല്ലാവർക്കും ദാനം. ഇങ്ങനെ ദാനം ചെയ്യുന്ന ശീലം റമളാനിൽ ഹബീബിനെ കാണുമ്പോൾ കൊടുങ്കാറ്റ് പോലെ ഞങ്ങൾക്ക് തോന്നുമായിരുന്നുവെന്ന് മഹാന്മാരായ സ്വഹാബിമാർ. ഇതിൽ എന്തെങ്കിലും പാഠം നമുക്കുണ്ടോ പഠിക്കാൻ? നമുക്കെന്തെങ്കിലും പാഠങ്ങളുണ്ടോ ഇതിൽ നിന്ന് ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ? ഹബീബ് ലോകത്തോട് വിട പറയാൻ പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയോട് പറയുന്ന അവസാനത്തെ വാക്കുകളിൽ, അയാ ആയിഷ, അല്ലയോ ആയിഷ, മാ ഫഅല الذهب. ആ സ്വർണം എവിടെ? എന്ത് സ്വർണത്തെ പറ്റിയാണ് നബി പറയുന്നത്? ആയിഷ ബീവി അണിഞ്ഞ ആഭരണമാണോ ഈ പറയുന്നത്? അല്ല. ഏതോ ഒരാൾ ഹബീബായ നബിക്ക് സമ്മാനമായി കൊടുത്ത 7 ദീനാറുകളുണ്ട്, 7 ദീനാറിന്റെ കോയിനുകൾ. ആരോ സമ്മാനം കൊടുത്തത് നബി തങ്ങൾക്ക് ഓർമ്മ വരുന്നു ലോകത്തോട് വിട പറയുമ്പോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്ത് സ്വർണമാ നബി അങ്ങ് ഉദ്ദേശിച്ചത്? ആ 7 ദീനാർ. നോക്കണം, ഹബീബിന് ഓർമ്മയുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, ഇവിടെ എന്റെ അരികത്തുണ്ട് നബിയെ, എന്റെ കയ്യിലുണ്ട്, അതൊന്ന് എടുത്തതാ ആയിഷ. ഞാൻ എടുത്തു കൊടുത്തു. ആയിഷ ബീവി പറയുന്നു, ഹബീബായ നബിയുടെ കയ്യിൽ ഞാൻ അത് വെച്ചു കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മാ ദന്നു മുഹമ്മദിൻ ബില്ലാഹ് ലൗ ലഖിയല്ലാഹ അസ്സ വജല്ല വഹാദിഹി ഇൻദഹു അൻഫിഖിഹാ യാ ആയിഷ. ആയിഷ, ഈ 7 ദീനാർ കയ്യിൽ വെച്ചുകൊണ്ട് ഈ മുഹമ്മദ് നബി എങ്ങാനും ലോകത്തോട് വിട പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ പറ്റി എന്താണ് വിചാരിക്കുക? ഞാനും എന്റെ റബ്ബിനെയും കണ്ടുമുട്ടുന്ന നേരത്ത് 7 സ്വർണ്ണ നാണയം വീട്ടിൽ വെച്ച് സമ്പാദ്യമുണ്ടായിട്ടാണ് ഞാൻ വരുന്നതെന്ന് അള്ളാഹു എന്നെ പറ്റി വിചാരിക്കില്ലേ? ആയിഷ, ഇന്നേക്ക് ഇന്ന് കൊടുത്തു തീർക്കൂ ആയിഷ,
പാവപ്പെട്ടവർക്ക് കൊടുക്കുക ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 7 ദീനാറുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് ആയിഷ ബീവി ഏൽപ്പിക്കുന്നത്. മഹാനവറുകൾ ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് തന്നെ എല്ലാവർക്കും 7 ദീനാർ അർഹരായവർക്ക് ഓരോരുത്തർക്ക് മഹാനവറുകൾ കൊടുത്ത് വിതരണം ചെയ്യുകയാണ്, സ്വതഖ ചെയ്യുകയാണ്. എന്തുകൊണ്ട്? നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ, റബ്ബേ ഞാൻ ദുനിയാവുണ്ടാക്കി, ഒരുപാട് പണമുണ്ടാക്കി, ഒരുപാട് സമ്പാദിച്ചു എന്ന് എന്നെ പറ്റി നീ അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല റബ്ബേ. എല്ലാം നിനക്ക് ഞാൻ തന്നു എന്ന് പറയാൻ ഞാനിത് നിനക്ക് നൽകിയിരിക്കുന്നു അല്ലാ. എന്നിട്ടാണ് ഹബീബായ നബി തങ്ങൾ മടിയിൽ തലവെച്ചുകൊണ്ട്, ആയിഷ ബിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. അല്ലാഹുവേ നിന്റെ സമുന്നതമായ സാമീപ്യം, റബ്ബേ നിന്റെ മഹോന്നതമായ സാമീപ്യം, നിന്റെ അരികത്തേക്ക് ഞാൻ വരുന്നു, നിന്റെ അരികത്തേക്ക് ഞാൻ വരുന്നു, നിന്റെ അരികത്തേക്ക് ഞാൻ ഇതാ വരുന്നു എന്ന് 3 തവണ ലോകത്തോട് യാത്ര പറഞ്ഞ ഹബീബാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ ഓർക്കുന്ന ഈ നേരത്ത് നമ്മൾക്ക് അല്ലാഹു നൽകുന്ന നിഅമത്ത് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഒരൽപ്പം ചിന്തിക്കുവാനും ഹബീബിന്റെ ജീവിതത്തിന്റെ ലാളിത്യം മനസ്സിലാക്കി ജീവിതം അർത്ഥവത്തായതായി, സമ്പത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതമാവാതെ ലക്ഷ്യം അല്ലാഹു ആവുകയും, എന്നാൽ അല്ലാഹു തരുന്ന നിഅമത്ത് അവൻ ഉദ്ദേശിക്കുന്നവരുടെ കൈകളിലേക്ക് ഈ ഉമ്മത്തിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ്. നാം ഓരോരുത്തരുടെ കയ്യിലും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവരുടെ സ്വത്താണ്, നമ്മളെ ഏൽപ്പിച്ചത് കൊടുത്തുവിട്ടാനെന്ന് തിരിച്ചറിയാനെങ്കിലും ഈ റബീഅ് നമുക്ക് ഉപകരിക്കട്ടെ. അല്ലാഹു നമ്മെ ഹബീബിന്റെ സുഹബത്തിലായി അല്ലാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അന്നഈമു ലാ യുദ്റകു ബിന്നഈം. സ്വർഗം കിട്ടണമെങ്കിൽ സുഖലോലുപത കൊണ്ടാവില്ല, കഷ്ടപ്പാടുകളിലൂടെയാണ് ഹബീബും സ്വഹാബികളും ഈ ഉമ്മത്തിനെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന ഒരു ശീർഷകത്തിലായിരുന്നു ചർച്ച. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ ചെറുതും വലുതും പൊറുക്കപ്പെടാനുള്ള ഒരു നിമിത്തമായി സദസ്സിനെ ഒരുമിച്ച് കൂടിയതിന് അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.